സുമതി വളവ് സിനിമാ സംവിധായകൻ വിഷ്ണു ശശി ശങ്കർ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത്. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുവരും കടക്കണിയിലാക്കിയെന്നും വിഷ്ണുവിന് സംവിധാനം അറിയില്ലെന്നറിഞ്ഞത് സിനിമയ്ക്കായി പണം നിക്ഷേപിച്ചതിന് ശേഷമാണെന്നും മുരളി വ്യക്തമാക്കി. ഇതെല്ലാം അറിയാവുന്ന അഭിലാഷ് പിള്ള ഇക്കാര്യം തന്നോട് മറച്ചുവെച്ചു. സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേർ ഇപ്പോൾ സഹായവുമായി വരുന്നുണ്ടെന്നും പ്രതിസന്ധികളിൽ നിന്ന് കരകയറുമെന്നും മുരളി കുന്നുംപുറത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ മുരളി കുന്നുംപുറത്താണ് നമുക്കൊപ്പം ചേരുന്നത്. മുരളിയുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. താങ്കൾ ഒരു സിനിമയിലൂടെ മലയാളി യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഒരു സന്ദേശമൊക്കെ നൽകി സിനിമാ രംഗത്തേക്കൊക്കെ വന്ന ഒരാളായിരുന്നു. അപ്പോൾ താങ്കളുടെ അങ്ങനെ ഒരു ദയനീയാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ കേരളം മുഴുവൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാം. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ വന്നത്? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അത് ആക്ച്വലി ഒരാഴ്ച മുന്നേ ഇട്ടതാണ്. അത് അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് ത്രെഡിൽ പോയി കിടന്നു. ത്രെഡിൽ നിന്ന് ആരോ എടുത്തിട്ടത് പിന്നെ ഇപ്പം ഇന്നലെ എടുത്തതാണ്. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. അതിലൊരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ താങ്കൾ പറയുന്നത് താങ്കളെ കുറേ ആളുകൾ വഞ്ചിച്ചു, സിനിമാ മേഖലയിലുള്ള ആളുകൾ വഞ്ചിച്ചു. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു, അതൊന്ന് അടുപ്പിച്ചെടുത്തു. അതാ സിനിമേൻ്റെ നഷ്ടം 6,67,00,000 രൂപ സിനിമയുടെ നഷ്ടം. ഇത് അഭിലാഷ് ഒപ്പിട്ടിട്ടുണ്ട്, വിഷ്ണു ഒപ്പിട്ടിട്ടുണ്ട്, പ്രൊഫസർ ഗിരീശൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് സിനിമയുടെ നഷ്ടം. സിനിമയായിട്ട് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വന്ന ആളുകൾ താങ്കളെ പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നു ശരിക്കും? അഭിലാഷ് നല്ല റൈറ്ററാണെന്ന് മാളികപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സുമതി വളവ് അഭിലാഷ് നല്ല റൈറ്ററല്ല. സുമതി വളവ് സിനിമയിൽ അഭിലാഷ് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടല്ല. ഞാൻ അവരെ ബ്ലൈറ്റായിട്ട് വിശ്വസിച്ചു. വിഷ്ണുവിന് ഡയറക്ഷൻ അറിയില്ല. അത് മാളികപ്പുറം ഡയറക്ടർ ഉണ്ണിമൂന്നനാണ്. അത് പിന്നെയാണ് അറിയുന്നത്. മിക്സിങ്ങിൽ പോയിരുന്ന ഉണ്ണിമൂന്നനാണ്, അതിൽ മ്യൂസിക്കിൽ പോയിരുന്നത് ഉണ്ണിമൂന്നനാണ്. അതൊക്കെ പിന്നെയാണ് അറിയുന്നത്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഇവർക്ക് ഡയറക്ഷൻ അറിയില്ലാന്ന് ഞാൻ ഈ സിനിമ ലാസ്റ്റാകുമ്പോൾ അറിയുന്നത്. പക്ഷേ അഭിലാഷിന് അറിയായിരുന്നു, വിഷ്ണു ഡയറക്ഷൻ അറിയില്ലായിരുന്നു. പക്ഷേ എന്നോട് മറച്ചു വെച്ചു. ഒരുപാട് ആൾ മറച്ചു വെച്ചു. കാരണം ഒരു ബാലതാരത്തിൻ്റെ അച്ഛൻ പോലും എന്നോട് മറച്ചു. അയാളൊക്കെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് ഒരുപാട് പൈസ സഹായിച്ചാണ്. പക്ഷേ അയാൾ പോലും പൈസ ഇറക്കിയ പിന്നെന്ന് പറയുന്നത് വിഷ്ണു ഡയറക്ഷൻ അറിയില്ല. താങ്കളിപ്പോൾ താങ്കളുടെ ജീവിതം വെച്ച ഒരു സിനിമ അതൊരു ആഗ്രഹം കൂടിയായിട്ട് ഇതിലേക്ക് വന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ പിന്നിലെ കഥകളൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള താങ്കൾ മനസ്സിലാക്കാതെ പോയി ആളുകളെ എന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിയിലെത്തിയത്. ഓൾറെഡി ഒരു ആൽക്കഹോളിക്കിന് പല വൈകല്യങ്ങളുണ്ട്. പെട്ടെന്ന് നമ്മൾ ആൾക്കാർ പറഞ്ഞ് വിശ്വസിക്കും. അങ്ങനെ പറ്റിപ്പോയി. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം വന്നു. ഞാൻ വിടൂല. എൻ്റെ പൈസ എല്ലാവർക്കും ഞാൻ മേടിച്ചെടുക്കും. ആ പഴയ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്ന വാട്ടർമാനിലേക്ക് എത്തിയതുപോലെ വീണ്ടും അല്ലേ എടുത്തും. വെള്ളം 2 നമുക്ക് എടുക്കാം വേണ്ടിയ സിനിമ. ഓക്കെ, താങ്ക് യു. ഏതായാലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴും ശുഭപ്രതീക്ഷ കൈവിടുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ആത്മവിശ്വാസം തരുന്ന ഒരുപാട് ആളുകൾ കൂടെ ഉണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.